അക്ബർ തൻ്റെ സൈന്യത്തെ വികസിപ്പിക്കുന്നതിനായി മാൻസബ്ദാരി എന്ന സൈനിക സമ്പ്രദായം നടപ്പിലാക്കി. അപ്പോൾ മാൻസബ്ദാരി എന്ന സൈനിക സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബറാണ്. അക്ബറിൻ്റെ കാലത്താണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പുകയില കൊണ്ടുവന്നത് അക്ബറിൻ്റെ ഭരണകാലത്താണ്. മുസ്ലിം അല്ലാത്തവരിൽ നിന്നും പിരിച്ചിരുന്ന ജസിയ എന്ന നികുതി അക്ബർ നിർത്തലാക്കിയത് അക്ബറാണ്. സാബ്ദി എന്ന പേരിൽ ശാസ്ത്രീയമായ ഭൂനികുതി സമ്പ്രദായം നടപ്പിലാക്കിയതും അക്ബറാണ്. സാബ്ദി. അക്ബർ നാമയും ഐൻ ഇ അക്ബരിയും രചിച്ച അബുൾ ഫൈസൽ, സംഗീതജ്ഞനായ താൻസെൻ, രാമചരിതമാനസത്തിൻ്റെ കർത്താവായ തുളസീദാസൻ തുടങ്ങിയവർ ജീവിച്ചിരുന്നത് അക്ബറിൻ്റെ കാലത്താണ്. അക്ബർ പണികഴിപ്പിച്ച പുതിയ തലസ്ഥാനമാണ് ഫത്തേപൂർ സിക്രി. എല്ലാ മതങ്ങളുടെയും സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് ദിൻ ഇലാഹി എന്ന പുതിയൊരു മതം അക്ബർ ഉണ്ടാക്കി. അപ്പോൾ അക്ബർ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ മതമാണ് ദിൻ ഇലാഹി. അക്ബർ പണികഴിപ്പിച്ച പുതിയ തലസ്ഥാനമാണ് ഫത്തേപൂർ സിക്രി.